ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിലേതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ആരും വിളിച്ച് ചോദിക്കുന്നു പോലുമില്ല. എന്തായാലും വായിക്കുന്നുണ്ടോ ആവോ, ആർക്കറിയാം. അപ്പോൾ ഏതായാലും അടുത്ത റേഷ്യോയിലേക്ക് പോവുകയാണ്. ലിവറേജ് റേഷ്യോ ഓർ സോൾവൻസി റേഷ്യോ. പുതിയ റേഷ്യോയുടെ പേര് ലിവറേജ് റേഷ്യോ ഓർ സോൾവൻസി റേഷ്യോ എന്നാണ്. The term solvency refers the ability of a firm to pay its outside liabilities. സോൾവൻസി കുറേ പ്രാവശ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സോൾവൻസി എന്നുള്ളത്. സോൾവൻസി എന്ന് പറഞ്ഞാൽ ഒരു ഫേമിന് അവരുടെ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു വിട്ടാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ അതാണ് സോൾവൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി സോൾവൻ്റ് ആണ്, ഒരു ഫേം സോൾവൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഫേമിന് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള ബാധ്യതകളൊക്കെ കൊടുത്തു വിട്ടാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ്. അപ്പോൾ സോൾവൻസി മേ ബി ഷോർട്ട് ടൈം ഓർ ലോങ് ടൈം. ഷോർട്ട് ടൈം റെഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് എ ഫേം ടു മീറ്റ് ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് ഇൻ ടൈം. ദിസ് ഈസ് നോൺ ആസ് ലിക്വിഡിറ്റി. അപ്പോൾ ഈ സോൾവൻസി എന്ന് പറയുന്നത് ഷോർട്ട് ടൈമും ഉണ്ട്, ലോങ് ടൈമും ഉണ്ട്. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാലത്തേക്ക് കൊടുക്കാൻ, ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ലോണുകൾ എടുത്താലും ഷോർട്ട് ടൈം ലോൺ എടുത്തിരുന്നൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ആ എബിലിറ്റി, അതിനെ നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയും. ഏത് ഷോർട്ട് ടൈം എന്താ പറയുക, ലയബിലിറ്റീസ് കൊടുത്തു വിട്ടാനായിട്ടുള്ള എബിലിറ്റിയാണെന്ന് പറയാം ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ലോങ് ടൈം സോൾവൻസി റിഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് എ കമ്പനി ടു റീപേ ഇറ്റ്സ് ലോങ് ടൈം ഡെപ്റ്റ്. അപ്പം പേര് പോലെ തന്നെ ഷോർട്ട് ടൈം ഡെപ്റ്റ് കൊടുക്കുന്നതിനെ നമ്മൾ ഷോർട്ട് ടൈം സോൾവൻസി അഥവാ ലിക്വിഡിറ്റി എന്ന് പറയും. ലോങ് ടൈം ഡെപ്റ്റ്, ദീർഘകാലത്തേക്ക് നമ്മൾ എടുത്തേക്കുന്ന വലിയ വായ്പകളൊക്കെ ഇല്ലേ, ഡിബഞ്ചർ, ഷെയർ, ബാങ്ക് ലോണുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളത്, അതിനെ നമ്മൾ എന്ത് പറയും, ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു പേ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഓൺ ദി ഡെപ്റ്റ് റെഗുലർലി. അപ്പോൾ ഇപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ പലിശ അടയ്ക്കണം. ഷെയറിന് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഡിവിഡൻഡ് കൊടുക്കണം. ഡിബഞ്ചറിന് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം, അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദീർഘകാലത്തേക്കുള്ള ഈ പറയുന്ന ലയബിലിറ്റീസ്, ലോങ് ടൈം ലയബിലിറ്റീസ് പേ ചെയ്യാനായിട്ടുള്ള ഒരു കമ്പനിയുടെ എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ലോങ് ടൈം എബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, there are two types of solvency or leverage ratio. അപ്പോൾ ലിവറേജ് റേഷ്യോ ആണ് നമ്മൾ പഠിക്കുന്നത്. ലിവറേജ് റേഷ്യോന് മറ്റൊരു പേരാണ് സോൾവൻസി റേഷ്യോ എന്ന്. രണ്ട് തരത്തിലുള്ള സോൾവൻസി അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോ ആണുള്ളത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലിവറേജ് റേഷ്യോസ് ആർ ബേസ്ഡ് ഓൺ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൺഡ് ക്യാപിറ്റൽ ആൻഡ് ബോറോഡ് ക്യാപിറ്റൽ. ഓൺഡ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ആദ്യത്തെ സോൾവൻസി റേഷ്യോ. These ratios are calculated from the balance sheet item. ഈ റേഷ്യോ എതിനെ ബേസ് ചെയ്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റത്തിനെ, അതായത് ക്യാപിറ്റൽ, ബോറോഡ് ക്യാപിറ്റലും ഓൺഡ് ക്യാപിറ്റൽ, സ്വന്തമായിട്ടുള്ള ക്യാപിറ്റലും കടമെടുത്ത ക്യാപിറ്റലും, ഇവ തമ്മിലുള്ള ബന്ധം. അത് നമുക്ക് ക്യാപിറ്റൽ എവിടെ കാണാൻ സാധിക്കുകയുള്ളൂ, ബാലൻസ് ഷീറ്റിലെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ലിവറേജ് റേഷ്യോ, നമ്മൾ ഈ ഫസ്റ്റ് ടൈപ്പിലുള്ള ലിവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക, ബാലൻസ് ഷീറ്റിൽ നിന്നാണ് കിട്ടുക. ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ലിവറേജ് റേഷ്യോസ് ആർ കവറേജ് റേഷ്യോ. ദീസ് ആർ കമ്പ്യൂട്ടഡ് ഫ്രം ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. രണ്ടാമത്തെ ടൈപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള കവറേജ് റേഷ്യോ എന്ന് പറയും. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് കിട്ടുന്നത്. ദീസ് ആർ കാൽക്കുലേറ്റഡ് ടു അസർട്ടൈൻ ദി ഫേംസ് കപ്പാസിറ്റി ടു പേ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റെഗുലർലി. ഇത് കണ്ടുപിടിക്കുന്ന എന്തിനാണ്, കമ്പനിക്ക് കൃത്യമായിട്ടും പലിശ അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് ലിവറേജ് റേഷ്യോ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഓൺഡ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്. ഓൺഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലാണ് വരുന്നത്, ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കിട്ടില്ല, ഓണായിട്ടുള്ളതാണല്ലോ. ബോറോഡ് ക്യാപിറ്റലിൽ വരുന്നതാണ് ഡിബഞ്ചറൊക്കെ. അപ്പോൾ ഓൺഡ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള റേഷ്യോ ആണ് ഏത്, ലിവറേജിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് പറയുന്നത് കമ്പനിയുടെ പ്രോഫിറ്റ്. അത് ഈ ഒന്നാമത്തെ ലിവറേജ് റേഷ്യോ എന്നുള്ള ബാലൻസ് ഷീറ്റിലാണ് അതിൻ്റെ ഐറ്റംസ് നമുക്കുണ്ടാകുക. രണ്ടാമത്തേത് നമുക്ക് വേണ്ടുന്ന ഈ റേഷ്യോ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. ഈ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, ഈ കമ്പനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് കൊടുത്തു വീട്ടാനുള്ള എബിലിറ്റി ഉണ്ടോ, ഡിവിഡൻഡ് കൊടുത്തു വീട്ടാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടോ, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് സോൾവൻസി റേഷ്യോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഡെപ്റ്റ്
ഡെപ്റ്റ് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് ലിവറേജ് റേഷ്യോ ഓർ സോൾവെൻസി റേഷ്യോ. ഇത് കണ്ടുപിടിക്കുന്നത് കമ്പനിയുടെ സോൾവെൻസി, അതായത് ബാധ്യതകൾ കൊടുത്തു വിട്ടാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് രണ്ട് വിധത്തിലുള്ള ബാധ്യതകൾ ഉണ്ടാവാം, ഷോർട്ട് ടൈമും ലോങ് ടൈമും. ലോങ് ടൈം ആയിക്കോട്ടെ ഷോർട്ട് ടൈം ആയിക്കോട്ടെ, കമ്പനിക്ക് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനായിട്ടുള്ള ബാധ്യതകൾ കൊടുത്തു വിട്ടാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് സോൾവെൻസി റേഷ്യോ. ഇത് രണ്ട് വിധത്തിലാകാം. ഒന്ന്, ഓൺഡ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന് വേണ്ടുന്ന എമൗണ്ട് നമുക്ക് കിട്ടുന്നത് ബാലൻസ് ഷീറ്റിൽ നിന്നാണ്. രണ്ടാമത്തേത്, ഫേമിന് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആദിയായവ കൊടുത്തു വിട്ടാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അതിനുള്ള ഐറ്റംസ് നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നാണ്. ലിവറേജ് റേഷ്യോയിൽ ഒന്നാമത്തേതാണ് ഏത്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ടു ടെസ്റ്റ് ദ സോൾവെൻസി ഓഫ് എ ഫേം. ഇറ്റ് എക്സ്പ്രസ്സസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. അപ്പം ലിവറേജ് റേഷ്യോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇക്വിറ്റി. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ബാധ്യത, കടം അല്ലേ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫണ്ടുകൾ, റിസർവ് ഫണ്ട്, ജനറൽ റിസർവ്, അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ, ഇതൊക്കെ ചേരുന്നതാണ് ഇത് ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള, ഡെപ്റ്റിനകത്ത് വരുന്നത് എക്സ്റ്റേണൽ ഇക്വിറ്റിയും ഇക്വിറ്റിയിൽ വരുന്നത് ഇൻറ്റേർണൽ ഇക്വിറ്റിയും. മനസ്സിലായോ? ഡെപ്റ്റ് ഇക്വിറ്റി ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഡെപ്റ്റ് എക്സ്റ്റേണലും ഇക്വിറ്റി ഇൻറ്റേർണലും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഇക്വിറ്റി റേഷ്യോ. ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയ്ക്ക് നമ്മൾ വേറൊരു പേര് കൊടുക്കുന്നതാണ് ഏത്? എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഇക്വിറ്റി റേഷ്യോ എന്ന്. ഓക്കെ. അപ്പം ലിവറേജ് അല്ലെങ്കിൽ സോൾവെൻസി റേഷ്യോയിൽ ഒന്നാമത്തേതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് equity. Debt is in external debt and equity in internal equity. It is also known as external internal equity ratio. This ratio can be calculated as follows. Debt equity ratio is equal to long term debt divided by equity. എങ്ങനെയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഡിബഞ്ചേഴ്സ്, ഓൾ ലോങ് ടേം ലോൺസ്, മോർട്ട്ഗേജസ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താണ്? ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റിയാണ്. അതിനകത്ത് ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നതിനകത്ത് ഏതൊക്കെ വരാം? ഡിബഞ്ചർ വരാം, ലോങ് ടേം ലോൺസ് വരാം, മോർട്ട്ഗേജസ്. മോർട്ട്ഗേജ് എന്ന് പറഞ്ഞാൽ പണയം. ഇപ്പം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കടപ്പത്രങ്ങൾ വരാം, ദീർഘകാലത്തേക്ക് എടുത്തേക്കുന്ന വായ്പകൾ, പണയം, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യാം. ക്വസ്റ്റിന് തന്നേക്കുന്നത് കേട്ടോ. അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇക്വിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇക്വിറ്റിക്കകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ഇക്വിറ്റി ഇൻക്ലൂഡ്സ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇക്വിറ്റിയിൽ വരുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഓൾ റിസർവ്സ്, ജനറൽ റിസർവോ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ റിസർവ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് തന്നേക്കുന്ന എല്ലാ റിസർവുകളും അതിൻ്റെ കൂട്ടത്തിൽ സർപ്ലസും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുക? ഇക്വിറ്റി കിട്ടുക. ഈ ഇക്വിറ്റിയെ ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന ആ എമൗണ്ടിനെ നമ്മൾ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന പേരിലും കൂടി അത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഡിബഞ്ചർ, ലോങ് ടൈം ലോൺസ്, മോർട്ട്ഗേജ് ഇതിനെല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന തുകയെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് പ്ലസ് സർപ്ലസ് ഇതിനെ കൂട്ടി കിട്ടുന്ന തുക കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഏത് റേഷ്യോ കിട്ടും? ഇക്വിറ്റി റേഷ്യോ കിട്ടും. ഈ റേഷ്യോ എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ ഡെപ്റ്റ്, കടങ്ങൾ കൊടുത്ത് വീട്ടാനായിട്ടുള്ള എബിലിറ്റി നമുക്കുണ്ടോ, നമ്മുടെ ഡെപ്റ്റും നമ്മുടെ ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നാണ് ഈ റേഷ്യോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓൾ അക്യുമുലേറ്റഡ് ലോസസ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് ഷാൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. എന്താ പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് എന്തൊക്കെ മൈനസ് ചെയ്യണമെന്നാണ് പറയുന്നത്? അക്യുമുലേറ്റഡ് ലോസസ്, നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ലോസുകൾ, അതുപോലെ തന്നെ ഫിക്റ്റീഷ്യസ് അസറ്റ്, നമുക്ക് കാണാനോ തൊട്ട് നോക്കാനോ ഒന്നും പറ്റാത്ത തരത്തിലുള്ള അസറ്റുകൾ, അതിനെയൊക്കെ ഏതിൽ നിന്ന് മൈനസ് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നെയാണ് ഏത്? ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ്
പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഓൾ റിസർവ്സ് പ്ലസ് സർപ്ലസ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ തുകയിൽ നിന്ന്, ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന തുകയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റിനകത്ത് ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യണം, അക്യുമുലേറ്റഡ് ലോസ് ഉണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യണം. എന്നിട്ട് അങ്ങനെ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്നും ഏതൊക്കെ മൈനസ് ചെയ്യുകയാണ്, അക്യുമുലേറ്റഡ് ലോസും പിന്നെ എന്താണ്, ഫിക്റ്റീഷ്യസ് അസറ്റും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് വർത്ത്. മനസ്സിലായോ? അപ്പോൾ നെറ്റ് വർത്ത് വെച്ചിട്ട് നമുക്ക് വേറെ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചെയ്യാനായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഡെപ്റ്റ് ഇക്വിറ്റി കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്, ലോങ് ടൈം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ലോങ് ടൈം ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു ഡിബഞ്ചേഴ്സ് പ്ലസ് all long term loans plus mortgages divided by equity. Equity is equal to equity share capital plus preference share capital plus all reserves plus surplus. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ, ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ. 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഫുള്ളി പെയ്ഡ്. 20,000 ഇക്വിറ്റി ഷെയർ ഒന്നിന് 10 രൂപ. അപ്പോൾ എത്രയായിരിക്കും ഷെയർ ക്യാപിറ്റൽ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ടായിരിക്കും? 20,000 ഇൻറ്റു 10 എത്ര വരും? 2 lakhs. 10,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഫുള്ളി പെയ്ഡ്. 10,000 പ്രിഫറൻസ് ഷെയർ ഒന്നിന് 10 രൂപ. അപ്പോൾ ക്യാപിറ്റൽ എത്രയായിരിക്കും? 10,000 ഇൻറ്റു 10 1 ലക്ഷം. അപ്പോൾ ഈ കമ്പനിക്ക് 2 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും 1 ലക്ഷം രൂപയുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഉണ്ട്. ഇനി ജനറൽ റിസർവ് എത്രയുണ്ട്? 90,000 90,000 രൂപ ജനറൽ റിസർവ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 60,000 രൂപ. അപ്പോൾ ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ഇതിനെ കിട്ടുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി 15% ഡിബഞ്ചേഴ്സ്, കടപ്പത്രം എത്രയുണ്ട്? 1,50,000-ൻ്റേത്. ഈ 15% ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്തിനാണ്? ഈ കടപ്പത്രത്തിന് നമ്മൾ എത്ര ശതമാനം പലിശ കൊടുക്കണം? 15% പലിശ കൊടുക്കണം. അതുകൊണ്ടാണ് ഈ 15% തന്നേക്കുന്നത്. ഇനി പ്രിലിമിനറി എക്സ്പെൻസസ് 20,000. ഇത്രയുമാണ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നേക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വേഷൻ എന്താണ്? ലോങ് ടൈം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ലോങ് ടൈം ഡെപ്റ്റ് ഇവിടെ ഏതൊക്കെയാണ് ഉള്ളത്? ആകെപ്പാടെ ഒന്നേ ഉള്ളൂ. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്ന ലോങ് ടൈം ഡെപ്റ്റ് അല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ലോങ് ടൈം ഡെപ്റ്റായിട്ട്. ഏതാണ്? ഡിബഞ്ചർ. അപ്പം ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്രയാണ്? 1,50,000. 1,50,000 ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഇക്വിറ്റി ഏതൊക്കെയുണ്ട്? ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തേ. 2 lakh പ്ലസ് 1 lakh പ്ലസ് 90,000 പ്ലസ് 60,000 4,50,000 കിട്ടും. ലോങ് ടൈം ഡെപ്റ്റ് എത്രയാണ്? 1,50,000. അപ്പോൾ 1,50,000 ഡിവൈഡഡ് ബൈ 4,50,000 എത്ര കിട്ടും? 0.34 ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് നമുക്ക് കുറയ്ക്കും. ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ട്. ഏത്? പ്രിലിമിനറി എക്സ്പെൻസ് എന്നൊരു ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ട്, അത് കുറയ്ക്കണം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്? 4,50,000. ആ 4,50,000 നിന്ന് ഫിക്റ്റീഷ്യസ് ആയ പ്രിലിമിനറി എക്സ്പെൻസസ് നമ്മൾ മൈനസ് ചെയ്യണം. 20,000 മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നത് 4,30,000. അപ്പം ഇക്വിറ്റി ലോങ് ടൈം ഡെപ്റ്റ് എന്ന് പറയുന്നത് 1,50,000, ഇക്വിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 4,30,000. 1,50,000 ഡിവൈഡഡ് ബൈ 4,30,000 ഈസ് ഈക്വൽ ടു 0.34:1. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി നമുക്ക് കിട്ടി 0.34:1. മനസ്സിലായോ? അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെയുണ്ട്. ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ അസർട്ടൈൻ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakhs, ജനറൽ റിസർവ് 1,60,000, 10% ഡിബഞ്ചേഴ്സ് 1,50,000, കറൻറ്റ് ലയബിലിറ്റീസ് 1 lakh, പ്രിലിമിനറി എക്സ്പെൻസസ് 5,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസാണ് പറയുന്നത് 5,000. ഇത്രയുമാണ് നമുക്ക് തന്നേക്കുന്ന ഇൻഫോർമേഷൻ. ഇതുപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കണം. ഇതിനകത്തേക്ക് നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വേണം,
ജനറൽ റിസർവ് വേണം, 10% ഡിബഞ്ചർ വേണം. പിന്നെ ഈ ഇതെന്താണ്, പ്രിലിമിനറി എക്സ്പെൻസ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് തന്നേക്കുന്നത് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ എന്താണ്, ലോങ് ടൈം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി എന്നതാണ് ഇക്വേഷൻ. ലോങ് ടൈം ഡെപ്റ്റ് എന്ന് പറയുന്ന ആകെ ഒന്നേ തന്നിട്ടുള്ളൂ, ഏതാണ്, ഡിബഞ്ചർ. അതിൻ്റെ വാല്യൂ എത്രയാണ്, 1,50,000. ഇനി ഇക്വിറ്റി കണ്ടുപിടിക്കണം. ഇക്വിറ്റിക്കായിട്ട് ഏതൊക്കെയുള്ളത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakh ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,60,000 ഉണ്ട്. അപ്പോൾ എത്ര കിട്ടും, ടോട്ടൽ 3,60,000. ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ഈ കിട്ടിയ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം, പ്രിലിമിനറി എക്സ്പെൻസസ് 5,000 ഉണ്ട്, അത് മൈനസ് ചെയ്താൽ 3,55,000 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, 1,50,000 ഡിവൈഡഡ് ബൈ 3,55,000. അത് നമുക്ക് കിട്ടുന്നത് 0.42:1 എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റിയുടെ 2 പ്രോബ്ലം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിവറേജ് അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോയിൽ രണ്ടാമത്തേതാണ് റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെപ്റ്റ്. റേഷ്യോ ഓഫ് total asset to total debt or solvency ratio. This ratio expresses the relationship between total asset and total liabilities of a business. ഒരു ഫേമിനുള്ള ടോട്ടൽ അസറ്റും ടോട്ടൽ ലൈബിലിറ്റീസ് നമ്മൾ കറണ്ട് റേഷ്യോ കണ്ടായിരുന്നു അല്ലേ. കറണ്ട് റേഷ്യോയിൽ നമ്മൾ ഏതേ എടുത്തുള്ളൂ, കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റീസും മാത്രമേ എടുത്തുള്ളൂ. ഈ ടോട്ടൽ റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ആൻഡ് ടോട്ടൽ ലൈബിലിറ്റീസിനകത്ത് കറണ്ട് അസറ്റും വരുന്നുണ്ട്, കറണ്ട് ലൈബിലിറ്റീസും ഉണ്ട്, ഫിക്സഡ് ലൈബിലിറ്റീസും ഉണ്ട്, ഫിക്സഡ് അസറ്റും ഉണ്ട്. അപ്പം നോക്കാം. ഇറ്റ് മെഷർ ദ സോൾവൻസി ഓഫ് ദ ഫേം. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സോൾവൻസി റേഷ്യോ എന്ന് വിളിക്കുന്നത്. കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ്. സോൾവൻസി റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ്. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ടോട്ടൽ അസറ്റായി അല്ലേ. ഇനി ടോട്ടൽ ഡെപ്റ്റ് ആണ് വേണ്ടത്. ടോട്ടൽ ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു ഡിബഞ്ചേഴ്സ് പ്ലസ് മോർട്ട്ഗേജസ് പ്ലസ് ഓൾ ലോങ് ടൈം ലോൺസ് പ്ലസ് കറണ്ട് ലൈബിലിറ്റീസ്. ഏതൊക്കെ വരുന്നുണ്ട്, ഡിബഞ്ചറുണ്ട്, മോർട്ട്ഗേജസ് ഉണ്ട്, ലോങ് ടൈം ലോൺസ് ഉണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഇതിൽ ചെയ്തില്ലേ, ടോട്ടൽ ഡെപ്റ്റ് എന്ന് ലോങ് ടൈം ഡെപ്റ്റ് എന്ന് പറഞ്ഞില്ല. ലോങ് ടൈം ഡെപ്റ്റിൻ്റെ കൂടെ ഏതും വരുന്നുണ്ട്, കറണ്ട് ലൈബിലിറ്റീസും കൂടെ ആയിക്കഴിഞ്ഞാൽ എന്തായി, ടോട്ടൽ ഡെപ്റ്റായി. അപ്പം ലോങ് ടൈം ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ, ലോങ് ടൈം അസറ്റ്, മോർട്ട്ഗേജസ് ചേരുന്നതാണ് ഏത്, ലോങ് ടൈം ഡെപ്റ്റ്. അതിൻ്റെ കൂട്ടത്തിൽ കറണ്ട് ലൈബിലിറ്റീസും കൂടി ചേർന്നാൽ എന്തായി, ടോട്ടൽ ഡെപ്റ്റായി. അപ്പോൾ ടോട്ടൽ അസറ്റിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ടോട്ടൽ ഡെപ്റ്റ് കൊണ്ട്. ടോട്ടൽ ഡെപ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഡിബഞ്ചർ പ്ലസ് മോർട്ട്ഗേജസ് പ്ലസ് ലോങ് ടൈം ലോൺസ് പ്ലസ് കറണ്ട് ലൈബിലിറ്റീസ്. അപ്പോൾ ഇതിനകത്ത് വരുന്നില്ലാത്തത് ഏതായിരിക്കും, ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും വരുന്നില്ലാത്തത്. റിസർവും ഷെയർ ക്യാപിറ്റലും ഒക്കെയാണ് വരുന്നില്ലാത്തത്. ഓക്കെ. അപ്പം ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് എ ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ റേഷ്യോ. ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്നതിന് മറ്റൊരു പേരാണ് ഏത്, സോൾവൻസി റേഷ്യോ. എന്തൊക്കെയാണ് തന്നേക്കുന്നത്, അസറ്റ്സ് ലെസ് ഡിപ്രീസിയേഷൻ. അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് നമുക്ക് എത്രയുണ്ട്, 6 ലക്ഷമുണ്ട്. കറണ്ട് അസറ്റ് 3 lakhs, കറണ്ട് ലയബിലിറ്റീസ് 1,75,000, ഡിബഞ്ചേഴ്സ് 2 lakhs, മോർട്ട്ഗേജസ് 2,25,000. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇക്വേഷൻ എഴുതാം. സോൾവൻസി റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ്. ആദ്യം എന്ത് ചെയ്യണം, ടോട്ടൽ അസറ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ അസറ്റ് ഏതൊക്കെയാണ്, അസറ്റ് മൈനസ് ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞേക്കും നമുക്കൊരു 6 ലക്ഷവും ഒരു 3 ലക്ഷവും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്രയാണ്, 6 × 3 9 ലക്ഷം. ഇനി എന്ത് കണ്ടുപിടിക്കണം, ടോട്ടൽ ഡെപ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഡെപ്റ്റ് കാണുന്നത് എങ്ങനെയാണ്, ഡിബഞ്ചേഴ്സ് പ്ലസ് ലോങ് ടൈം ലോൺസ് പ്ലസ് മോർട്ട്ഗേജസ് പ്ലസ് കറണ്ട് ലയബിലിറ്റീസ് അല്ലേ. ഇവിടെ ഡിബഞ്ചർ എത്രയാണ് തന്നേക്കുന്നത്, 2 lakhs പ്ലസ് മോർട്ട്ഗേജ് എത്രയുണ്ട്, 2,25,000 പ്ലസ് ലോങ് ടൈം ലോൺ ഉണ്ടോ, ഇല്ല. പിന്നെന്താ ഉള്ളത്, കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട് 1,75,000. അപ്പോൾ അതിൻ്റെ ടോട്ടൽ 2 lakh പ്ലസ് 2,25,000 പ്ലസ് 1,75,000 ഈസ് ഈക്വൽ ടു 6 lakhs. ഇനി ഇതെന്ത് ചെയ്യാം, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ അസറ്റ് നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചേക്കുന്നത്, 9 lakhs.
ടോട്ടൽ ഡെപ്റ്റ് എത്ര കണ്ടുപിടിച്ചിട്ടുണ്ട്? 6 lakhs. അപ്പോൾ എത്ര വരും? 9 lakhs ഡിവൈഡഡ് ബൈ 6 lakhs ഈസ് ഈക്വൽ ടു 1.5:1. സോൾവൻസി റേഷ്യോ 1.5:1. വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ സോൾവൻസി റേഷ്യോ. ഫിക്സഡ് അസറ്റ് 7 lakhs, കറണ്ട് അസറ്റ് 3 lakhs, ഡിബഞ്ചർ 5 lakhs, കറണ്ട് ലയബിലിറ്റീസ് 80,000, മോർട്ട്ഗേജ് 20,000, ലോങ് ടൈം ലോൺസ് 1 lakh. എളുപ്പമല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്? ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും കൂടെ കൂട്ടുക. 7 lakh + 3 lakh 10 lakh. ഇനി ബാക്കി എല്ലാ ഡെപ്റ്റേഴ്സും എല്ലാം കൂടെ കൂട്ടുക. ഡിബഞ്ചർ 5 lakhs, കറണ്ട് ലയബിലിറ്റീസ് 80,000, 5,80,000, മോർട്ട്ഗേജ് 20,000, 6 lakhs ആയി. ലോങ് ടൈം ലോൺസ് 1 lakh, അപ്പോൾ 7 lakh. 10 lakh ഡിവൈഡഡ് ബൈ 7 lakh ഈസ് ഈക്വൽ ടു 1.43:1. കിട്ടിയാ? ഓക്കെ, തൽക്കാലം അത്രയും മതി.